ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ പാർട്ടാണ്. ഇൻട്രോ കേട്ടിട്ട് ഇഷ്ടമായവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. തിരിച്ചു വന്നതിന്, എന്നെ സപ്പോർട്ട് ചെയ്തതിന്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഏത് നേരത്താവോ എനിക്ക് ചൊറുത്തവളെ കല്യാണം കഴിക്കാൻ തോന്നിയത്? അല്ല, കഴിച്ചതല്ലല്ലോ, എല്ലാവരും കൂടെ കഴിപ്പിച്ചതല്ലേ. അവളൊരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറി. ഇയാളെ നീ വീട്ടിൽ താമസിക്കുന്ന എന്തോ മുട്ട പൊടി ഒഴുക്കാണ്. അവൾ ഹാളിലെ സോഫയൊന്ന് തട്ടിക്കുടഞ്ഞ് അതിലിരുന്നു. ഈ വീട്ടിൽ വല്ല പാമ്പ് പഴുതാരില്ലെങ്കിൽ ഭാഗ്യം. അവൾ കണ്ണടച്ച് സോഫയിൽ കിടന്നു. കാറ്റിൽ ജനൽപ്പാളി ശക്തമായി അടയുന്ന ശബ്ദം കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റത്. സമയം 2-3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. വിശന്നിട്ടാണ് ഈ കണ്ണുപോലും കാണുന്നില്ല. എന്തൊരു ചൂടവിടെ! ഈ വീട്ടിൽ ഒരു ഫാൻ പോലും ഇല്ലേ? അവൾ സാരി തലപ്പോണ്ടൊന്ന് വീശി. ചൂട് സഹിക്കാതെ ആയപ്പോൾ അവൾ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കായലിൽ നിന്നുള്ള തണുത്ത കാറ്റ് അവളെ പതിയെ ഒന്ന് തഴുകിപ്പോയി. അവൾ ഒരാശ്വാസത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. കായലിന് തൊട്ടടുത്തുള്ള ഒരു കൊച്ചു വീടായിരുന്നു അത്. അടുക്കള മുറ്റത്ത് നിന്ന് ഒരു 15 അടി മുന്നോട്ട് പോയാൽ വിശാലമായ കായൽ. കുളിക്കാനായി അവിടെ ചെറിയ പടവുകളും കെട്ടിയിട്ടുണ്ട്. വീടിന്റെ തെക്കുഭാഗത്തായി ഒരു ചെറിയ ബാത്റൂം. കാണുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്ന അവസ്ഥയിലാണ് നിൽപ്പ്. എടിച്ചാണ്ടി, നീ അറിഞ്ഞില്ലേ ആ തെമ്മാടിയുടെ കല്യാണം കഴിഞ്ഞുന്ന്? കവലയിൽ പോയപ്പോ ഞാനും പറഞ്ഞു കേട്ടു. മനുഷ്യന്മാരാണെങ്കിൽ ആ തെമ്മാടിക്ക് കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കൂ. ആ കൊച്ചിന്റെ കഷ്ടകാലം. ഇവനൊക്കെ കല്യാണം കഴിക്കുന്ന എന്തിനാന്നാ ഞാൻ ആലോചിക്കണേ. അവന്റെ സഹവാസം മൊത്തം ആ വാനമ്പാടി കോകിലയുടെ വീട്ടിലല്ലേ. അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന നാട്ടിൽ സംസാരം. പിന്നല്ലാതെ കഴിഞ്ഞ ആഴ്ച ആ തെമ്മാടി കവലയിൽ അടിയുണ്ടാക്കിയത് അവൾക്ക് വേണ്ടിയാത്രേ. ഇങ്ങനെ ഒരേ ജന്മങ്ങളുണ്ട് നാടിന്റെ വില കളിയാണ് നാശങ്ങള്. അപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന വർണ്ണയെ അവർ കണ്ടത്. അപ്പുറത്തെ കടവിലാണ് അവർ നിൽക്കുന്നതെങ്കിലും അവർ പറഞ്ഞ എല്ലാം വർണ്ണ നന്നായി കേട്ടിരുന്നു. എടി, ദേ ആ പെങ്കൊച്ച്, നമ്മൾ പറഞ്ഞതെങ്കിൽ അവൾ കേട്ടോ എന്തോ? കേട്ടെങ്കിൽ പിന്നെ അത് മതി ഇന്നത്തെ പുകിലിന്. ആ കാലം നമ്മൾ ബാക്കി വെച്ചെത്തിക്കില്ല. ആ സ്ത്രീകൾ വേഗം തുണി അലക്കൽ നിർത്തി ബക്കറ്റും എടുത്ത് തിരിച്ചുപോയി. അവർ പറയുന്നത് കേട്ട് വർണ്ണയ്ക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം തനിക്കും അറിയാം ദത്തന്റെ സ്വഭാവം. അവൾ തന്റെ കല്യാണ സാരി ഒതുക്കി വെച്ച് കാൽപ്പടവിലിരുന്നു. സാരി മുട്ടോളം കയറ്റി വെച്ച് കാൽ വെള്ളത്തിലേക്ക് ഇട്ടു. ആ വെള്ളത്തിന്റെ തണുപ്പ് അവളുടെ മനസ്സിലേക്ക് മരിച്ചിറങ്ങി. കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ താനും കണ്ടതാണ് കവലയിലെ ദത്തന്റെ അടിപിടി. ബസ്സിൽ വെച്ച് കോകിലെ ആരോ കയറി പിടിച്ചു. അയാളെ ദത്തൻ കവലയിൽ ഇട്ടങ്ങ് തല്ലി ചതച്ച് ഒരു പരുവമാക്കി. അത് കണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കാൻ കൂടെ അവന്റെ തല്ലിപ്പൊളി ഗ്യാങ്ങും. താൻ ദത്തനെ ആദ്യമായി കാണുന്നത് 10ൽ പഠിക്കുമ്പോഴാണ്. കവലയിലെ തല്ലിനിടയിൽ തന്നെയാണ് കണ്ടത്. അന്ന് മനസ്സിൽ പതിഞ്ഞ പേരാണ് തെമ്മാടി ദത്തൻ. അവനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വെറുപ്പാണ്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള കല്ലുങ്കിലിരുന്ന് റോഡിലൂടെ പോകുന്ന പെൺകുട്ടികളെ കമന്റ് അടിക്കുന്ന കൂട്ടത്തിൽ അവനും ഉണ്ടാകാറുണ്ട്. അത്രയും മനസ്സിനാൽ വെറുത്ത അവൻ തന്നെ തന്റെ താലയുടെ അവകാശി. അവൾ തന്റെ കഴുത്തിലെ താലയിലേക്ക് ഒന്ന് നോക്കി. മനസ്സിലെ വെറുപ്പും ദേഷ്യവുമെല്ലാം മനസ്സിൽ തന്നെ വെക്കണം. ഇനി തനിക്ക് പോകാൻ മറ്റൊരിടമില്ല. ചുറ്റുമുള്ള കഴുകൻ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ദത്തനേക്കാൾ നല്ല മറ്റൊരാളില്ല. സെറ്റപ്പായ കോകിലയ്ക്ക് വേണ്ടി കവലയിൽ അടിയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താലി കെട്ടിയെന്ന സഹതാപത്തിന്റെ പുറത്ത് അവന്റെ സംരക്ഷണം തനിക്കും ഉണ്ടാകും എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് അവന്റെ കൂടെ വന്നതുപോലും. എത്ര നേരം അവിടെ അങ്ങനെ ഇരുന്നു എന്ന് അവൾക്ക് പോലും അറിയില്ല. സൂര്യന്റെ വെയിൽ കുളക്കടവിലേക്ക് അടിക്കാൻ തുടങ്ങിയതും അവൾ അകത്തേക്ക് കയറിപ്പോയി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്. അതിൻ്റെ കൂടെ കല്യാണ സാരി കൂടി. മാറിയിടാനൊരു ഡ്രസ്സ് പോലും ഇല്ലല്ലോ ഭഗവാനെ. അവൾ അസ്വസ്ഥതയോടെ ദത്തന്റെ മുറിയിലേക്ക് നടന്നു. എനിക്ക് പറ്റിയ ഒരു ഡ്രസ്സെങ്കിലും ഇതിനുണ്ടാവണേ മഹാദേവ, അവൾ മനസ്സിൽ പറഞ്ഞ് അവന്റെ അലമാര തുറന്നു. ഡ്രസ്സുകളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതെന്താ എൻ്റെ അലമാര പോലെയാണ് എൻ്റെയും. ഒതുക്കി വയ്ക്കുന്ന ശീലമൊന്നുമില്ല. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ സെയിം ടു സെയിം ആണ്. അവൾ ഡ്രസ്സുകൾക്കിടയിൽ നിന്ന് ഒരു ഷർട്ട് വലിച്ചതും അതിനിടയിൽ നിന്ന് എന്തോ അവളുടെ കാൽ ചുവട്ടിൽ വന്നു വീണു.
എൻ്റെ ഭഗവാനെ, ഇയാളിന് വല്ല ഡോണാണോ? അലമാരിയിൽ ഗണ്ണൊക്കെ. അവൾ വിറയ്ക്കുന്ന കൈകളോടെ താഴെ നിന്നും ആ ഗണ്ണെടുത്തു. ഏയ്, ഇതൊരു ജെല്ലൊന്നും ആയിരിക്കില്ല, ഉത്സവത്തിനെങ്ങാനും വാങ്ങിയതായിരിക്കും. ഇനി ഒരു പക്ഷെ ഇതൊരു ജെല്ലാണെങ്കിൽ അവൻ പോലീസ് പിടിച്ച കള്ളൻ കഞ്ഞി വെച്ച പേരിൽ എന്നെയും ജയിലിലിടുവോ? അവൻ അതും പിടിച്ച് ടെൻഷനോടെ നിന്നപ്പോഴാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത്. തെമ്മാടി വന്നാ? എന്തായാലും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. നല്ല പ്രായത്തിൽ ഞാൻ കൂടെ അവൻ്റെ ഒപ്പം ജയിലിൽ കിടക്കേണ്ടി വന്നാലോ? അവൾ ഓരോന്ന് മനസ്സിലാലോചിച്ച് പുറത്തേക്ക് പോയി. സമയം സന്ധ്യയായി. ആകാശത്ത് അസ്തമയ സൂര്യന്റെ ചോപ്പ് പടർന്നിരുന്നു. അവൾ കയ്യിലുള്ള ഗൺ പിന്നിലേക്ക് മറച്ചു വെച്ച് വാതിൽ തുറന്നു. ദത്തനെ പ്രതീക്ഷിച്ച് വാതിൽ തുറന്ന് അവൾ കൺമുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഭയന്ന് രണ്ടടി പിന്നിലേക്ക് വെച്ചു. എന്താടി, നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? വേറെ ആള് കെട്ടിപ്പോയാലും എനിക്ക് നിന്നെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റുമോ? കുറെ കാലം മോഹിച്ചു നടന്നല്ലേ? അഭിയേട്ട, സൂക്ഷിച്ച് സംസാരിക്കണം, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ വളരെ സൂക്ഷിച്ചു തന്നെ സംസാരിക്കണേ. എന്തായാലും ആ തെമ്മാടിയുടെ കൂടെ അധികകാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ചേട്ടന്റെ മുള ആവശ്യമുള്ളതൊക്കെ എടുത്ത് വരാൻ നോക്കട്ടാ, അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. ഇവിടെ കിടന്ന് ചത്താലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ഡീ, നീ അധികം നകളിക്കണ്ട. ആരുടെ ധൈര്യത്തില നീ ഇങ്ങനെ കിടന്ന് ചലക്കണേ? നിനക്കൊരു കാര്യം അറിയോ? ഈ കല്യാണം മുടക്കിയത് മറ്റാരുമല്ല, ഞാൻ തന്നെയാ. പകരം നിന്നെ ഈ കല്യാണം കഴിക്കാൻ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാണ്. പക്ഷെ അതിനിടയിൽ അത് അത്തം കയറി വന്നു. പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല. നീ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണ്, അവൻ അത്ര സെന്റിമെന്റ്സേ കാണൂ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. വർണ്ണയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു പേടി നിറഞ്ഞു വന്നിരുന്നു. താനൊന്ന് ഉറക്കം നിലവിളിച്ചാൽ വരാൻ കൂടെ ആരുമില്ല. തനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും മുതിരുകയുമില്ല. ഒരു നിമിഷം ദത്തൻ വന്നിരുന്നെങ്കിലോ എന്നുപോലും അവൾ ആഗ്രഹിച്ചു. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞ് കേൾക്കാൻ വയ്യാലേ? അത് പറഞ്ഞ അയാൾ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നതും വർണ്ണ നെഞ്ചെടുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. അടുത്തേക്ക് വന്നു പോകരുത്, അവൾ ദേഷ്യത്തിൽ അലറി. വന്നാ നീ എന്ത് ചെയ്യടി? നീ എന്നെ കൊല്ലോ? എന്നാ കൊല്ല്, ഞാനൊന്ന് കാണട്ടെ. അത് പറഞ്ഞ് വീണ്ടും അവൻ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പകച്ചു നിന്ന വർണ്ണ പെട്ടെന്ന് തന്നെ പിന്നിലുള്ള തോക്ക് അവന് നേരെ നീട്ടിപ്പിടിച്ചു. വർണ്ണയുടെ നിൽപ്പും ഭാവവും കണ്ട് അഭിജിത്ത് ഒന്ന് ഭയന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് ഒരു പൊട്ടിച്ചിരി സ്ഥാനം പിടിച്ചു. നീ എന്താടി പുന്നാരമോളെ എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ ഒരു കളിത്തോക്ക് കാണിച്ച് പേടിപ്പിച്ച് ഞാൻ അങ്ങ് പേടിച്ചില്ലാതാകുമെന്നോ? ഇത് കളിത്തോക്കൊന്നല്ല, ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊക്കോ. അവളുടെ ശബ്ദത്തിന്റെ ഉറപ്പ് അവനെ ഒരു നിമിഷം ഭയപ്പെടുത്തിയിരുന്നു. എടാ, നീ വെറുതെ കളിക്കാൻ നിൽക്കണ്ട, അതോ ഒറിജിനൽ തോക്ക് തന്നെയാ. കൂടെയുള്ള കൂട്ടുകാരൻ പറഞ്ഞപ്പോ അഭിജിത്തും പേടിച്ച് രണ്ടടി പിന്നിലേക്ക് നടന്നു. നീ ഇപ്പൊ രക്ഷപ്പെട്ടു പറഞ്ഞ, പക്ഷെ എത്ര കാലം നീ ഇങ്ങനെ ഒളിച്ചിരിക്കും? ഈ അഭിജിത്ത് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും, അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് ബൈക്കിനരികിലേക്ക് നടന്നു. എടാ, ദേവദത്തൻ വരുന്നുണ്ട്, വേഗം വണ്ടി എടുക്ക്. ദത്തന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും അവന്മാർ ബൈക്കുമായി ആ വീടിന്റെ പടി കടന്നു പോയി. അവർ പുറത്തേക്ക് പോയതും ദത്തന്റെ ബുള്ളറ്റ് അകത്തേക്ക് കയറി വന്നു. ഉമ്മർത്ത് നിൽക്കുന്ന വർണ്ണയെയും വണ്ടിയിൽ പോയവരെയും ദത്തൻ ഒന്ന് കനപ്പിച്ചു നോക്കി. അപ്പോഴേക്കും വർണ്ണ നിന്നിടത്ത് നനങ്ങാതെ പേടിച്ചു നിൽക്കുകയായിരുന്നു. ഡീ, ദത്തന്റെ അലർച്ച കേട്ടതും വർണ്ണ ഞെട്ടി. ആരോട് ചോദിച്ചിട്ടാടി നീ ഇതെടുത്തത്? അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ദത്തൻ ചോദിച്ചു. അത് പിന്നെ നിങ്ങളുടെ അലമാരയിൽ നിന്നും ഡ്രസ്സ് അറിയാതെ താഴെ വീണതാ. എന്റെ അലമാര തുറക്കും നിന്നോടാരാ പറഞ്ഞേ? അല്ലെങ്കിൽ ഈ പെരുങ്കലിയെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ നിന്നും ഗണ്ണ് വാങ്ങിച്ച് അകത്തേക്ക് പോയി. ആ ഗണ്ണ് ഡ്രസ്സുകൾക്കിടയിൽ വെച്ച് ഒരു തോർത്തുമുണ്ടും എടുത്ത് അവൻ പുറത്തേക്ക് വന്നു. നിങ്ങൾ എന്തിനാ ഈ തോക്ക് കൈവശം വെച്ചിരിക്കണേ? അത് കുറ്റാണ്, അത് നിങ്ങൾക്ക് അറിയില്ലേ? അതോ ഇനി താന്നല്ല ഡോണാണോ? ഡോണല്ല, പോലീസ്. എന്റെ അത് കേട്ട് അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അയ്യോ, ഈ കോമഡി പറഞ്ഞ് ചിരിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ എൻ്റെ ഈശ്വര, ഒരു പോലീസ് പോലും.
തന്നെ പോലെ കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്നവരൊക്കെ പോലീസാക്കിയ ഈ നാട് ഒരു കുട്ടിച്ചോറായെന്ന് ചോദിച്ചാ മതി. ഡി, നീ നിന്റെ നാവ് ഒതുക്കി വെച്ചോ. ഞാൻ കുറച്ച് താഴ്ന്നു തന്നു കരുതി എന്റെ തലയിൽ കയറി നിറങ്ങാൻ നിന്ന എന്റെ തനി സ്വഭാവം നീ അറിയും. ദത്തൻ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ വർണ്ണമൊന്നും പറയാൻ പോയില്ല. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ കുളിക്കാനായി പുഴയിലേക്ക് നടന്നു. വർണ്ണ, നിനക്കിതെന്താ പറ്റിയേ? ആളും തരം നോക്കാതെയാണ് ഇങ്ങനെ സംസാരിക്കണേ. അയാളൊന്ന് താഴ്ന്നു തന്നു കരുതി നീ വല്ലാതെ ചൊറിയാൻ പോകണ്ട. അയാളുടെ തനി സ്വഭാവം നിനക്ക് അറിയുന്നല്ലേ. അവൾ മനസ്സിനെ സ്വയം ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഉമ്മറത്തെ തിണ്ണയിലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ദത്തൻ അകത്തേക്ക് വന്നു. അലമാരയിൽ നിന്ന് ഒരു ഷർട്ടും മുണ്ടെടുത്തിട്ടു. നീ വല്ലതും കഴിച്ചായിരുന്നാ? ദത്തൻ ചോദിച്ചു. ഇല്ല, അവൾ പതിയെ പറഞ്ഞു. എന്നാ കഴിച്ചോ. കയ്യിലുള്ള പൊതി സോഫയിലേക്ക് വെച്ച് മറ്റൊരു പൊതി എടുത്ത് അവൻ ഉമ്മറത്തേക്ക് വന്നിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ട് പറഞ്ഞ വേഗം ആ പൊതി എടുത്ത് മറ്റൊരു തിണ്ണയിലായിരുന്നു. ഇത് ചെറുക്കൽ ഹോട്ടലിലെ ബിരിയാണി അല്ലേ? പൊതിയിലെ ബിരിയാണി മണത്തുകൊണ്ട് അവൾ ചോദിച്ചു. അവൻ താല്പര്യമില്ലാത്ത രീതിയിൽ മൂളി. ഇതിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ എനിക്ക് മനസ്സിലാവും. ഞങ്ങള് കോളേജിൽ ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങുമ്പോ ചെറുക്കൽ ഹോട്ടലിൽ പോയി ക്യാഷ് പിരിവിട്ടിട്ട് ബിരിയാണി കഴിക്കാറുണ്ട്. അവൾ സന്തോഷത്തോടെ ദത്തന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷെ അവനൊന്ന് ശ്രദ്ധിക്കുക കൂടെ ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. ഞാനല്ലാതെ പോത്തിനോട് വേദോദം പോവും. അവൾ പിറുപുറത്തോണ്ട് ബിരിയാണി കഴിക്കാൻ തുടങ്ങി. കുറച്ചു മുമ്പ് വന്ന ആത്മികയുടെ ബ്രദർ അഭിജിത്ത് അല്ലേ? ദത്തൻ ചോദിച്ചു. ഇയാൾക്ക് എന്നെ മാത്രം അറിയില്ല, ബാക്കി എല്ലാവരുടെ പേരും നാളൊക്കെ അറിയാലോ. അവൾ പിറുപിറുത്തു. ഡി, നിന്നോടെ ചോദിച്ചത് അത് നിന്റെ ഏട്ടനല്ലേന്ന്? അതെ, അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവനെന്തിനാ ഇവിടേക്ക് വന്ന്? എന്നെ വിളിച്ചുകൊണ്ട് പോവാൻ. എന്നോട് അഭിയന്റെ കൂടെ വരാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്താ പോവാ വഞ്ചത്? നിന്റെ ഇഷ്ടത്തോടെ ഒന്നല്ലല്ലോ ഈ കല്യാണം നടന്നേ. നിനക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ താല്പര്യവും ഇല്ല. അപ്പൊ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോയിരുന്നില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഈ ലോകത്ത് മറ്റെവിടേക്ക് പോവേണ്ടി വന്നാലും ഞാൻ അവരുടെ വീട്ടിലേക്ക് പോവില്ല. അതെന്താ? അവൻ നിന്റെ ഏട്ടനല്ലേ? നിന്റെ നല്ലതിനല്ലേ അവൻ എന്തു ചെയ്യൂ? മതി, നിർത്ത്. കുറെ നേരം ആയില്ലേ ഏട്ടനേട്ടെന്ന് പറയണു. അയാൾ എന്റെ സ്വന്തം ഏട്ടനൊന്നല്ല. സ്നേഹം കൊണ്ടൊന്നല്ല അയാൾ എന്നെ വിളിക്കാൻ വന്നേ. അയാളുടെ ആവശ്യം വേറെയാ. ദത്തനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ കിളി പോയ അവസ്ഥയിലിരിക്കുകയായിരുന്നു. അവന്റെ മുഖഭാവം കണ്ട് വർണ്ണയ്ക്കും ചിരി വന്നിരുന്നു. ഞാൻ ജനിച്ചതോടെ എൻ്റെ അമ്മ മരിച്ചു. ഞാൻ 5 പഠിക്കുമ്പോൾ ഒരു ബസ് അപകടത്തിൽ അച്ഛനും. അതോടെ അച്ഛൻ്റെ പെങ്ങള്, അതായത് എൻ്റെ അമ്മായി, എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മായിക്ക് ആമി ചേച്ചിക്ക് അഭിചേട്ടനും എന്നോട് സ്നേഹമൊക്കെയായിരുന്നു. പക്ഷെ മാമൻ എന്നെ ഇഷ്ടമല്ല. ചെറുപ്പം മുതൽ എപ്പോഴും ചീത്ത പറയും. മാമൻ ചീത്ത പറയുമ്പോൾ എന്നെ അവിടെ ഇരുത്തി ഓരോന്ന് പറഞ്ഞ് അഭിയേട്ടൻ സമാധാനിപ്പിക്കുകയായിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അഭിയേട്ടൻ കാണിക്കുന്നത് ശരിയായ രീതിയിലുള്ള സ്നേഹമല്ലാന്ന്. അതോടെ ഞാൻ ഏട്ടനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഞാൻ +2 പഠിക്കുമ്പോൾ ചേട്ടന് തിരുവനന്തപുരത്ത് ജോലി കിട്ടി. ഏട്ടൻ പോയപ്പോൾ എനിക്ക് ഏറെക്കുറെ സമാധാനമായിരുന്നു. ഏട്ടൻ ലീവിന് വരുമ്പോൾ ഞാൻ മുറിക്ക് പുറത്തു പോലും ഇറങ്ങാറില്ല. ആമി ചേച്ചി ഞാനും ഒരു റൂമിലാണ് കിടന്നിരുന്നത്. അതുകൊണ്ട് അയാളും ഒന്ന് അടങ്ങിയിരുന്നു. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആമി ചേച്ചി കോളേജിൽ ഒരു ടൂറ് പോയപ്പോൾ ഞാൻ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു. അന്ന് അഭിയേട്ടൻ എന്നെ, അവൾ പറഞ്ഞു നിർത്തി. വിതുമ്പൽ കൊണ്ട് ശബ്ദം പോലും അവൾക്ക് പുറത്തേക്ക് വന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുടച്ച് ഒന്ന് നിവർന്നിരുന്നു. അന്ന് ഞാൻ ഒച്ച വെച്ച് കരഞ്ഞു. ശബ്ദം കേട്ട് അമ്മായി ഓടി വന്നു. ഞാൻ പറഞ്ഞപ്പോൾ അമ്മായി എന്നെ തല്ലി. ആദ്യമൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മായി അങ്ങനെ ചെയ്തതെന്ന്. ഒരു പക്ഷേ അഭിയജ്ഞയാണ് ശിക്ഷിച്ചിരുന്നെങ്കിൽ അതെനിക്ക് തന്നെയാണ് ദോഷമെന്ന് അമ്മായിക്ക് അറിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിലെ സമൂഹ വിവാഹത്തിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സഹായിക്കാമെന്ന് സംഘടനയുടെ ആളുകൾ വന്ന് പറഞ്ഞേ. ആദ്യം അമ്മി ചേച്ചിയുടെ പേരാണ് കൊടുത്തെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് അത് മാറ്റി എൻ്റെ പേരാക്കി. ഒരു ദിവസം നേരത്തെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് അമ്മായിക്ക് അറിയാം. എൻ്റെ കല്യാണത്തെ മാമൻ ഒരുപാട് എതിർത്തു. അഭിയണ്ണ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചു.
കല്യാണത്തിന് എല്ലാം മുന്നിൽ നിന്ന് നടത്തിയത് അയാൾ തന്നെയാണ്. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ, എന്തോ ഒരു ചതിക്ക് വേണ്ടിയുള്ള ഗൂഢതന്ത്രമാണ് അയാൾ ചെയ്യുന്നതെന്ന്. അന്ന് വിവാഹ പന്തലിൽ വെച്ച് കല്യാണം മുടക്കിയത് അയാൾ തന്നെയാണ്. പയ്യന് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാൻ വേറെ എന്തായാലും ഒരാൾ വേണമല്ലോ. ആ സ്ഥാനത്ത് കയറിപ്പറ്റാൻ അയാൾ നോക്കിയതാ. പക്ഷെ അതിനിടയിൽ കയറി വന്നത് നിങ്ങളാ. അത് പറഞ്ഞ് നിർജീവമായി തന്നെ നോക്കിയിരിക്കുന്ന അവളെ കാണുകെ ദത്തൻ്റെ മനസ്സിലൊരു സങ്കടം നിറഞ്ഞു. അവൻ കഴിക്കൽ നിർത്തി വേഗം എഴുന്നേറ്റ് പോയി. ഇതൊക്കെ കേട്ടിട്ടെങ്കിൽ ഇയാളുടെ മനസ്സിലൊരു ഇത്തിരി മനസ്സിലാവും തോന്നണത് എൻ്റെ മഹാദേവ. അതിനു വേണ്ടിയാ ഈ കഥ ഞാൻ ഇങ്ങനെ വാരി വലിച്ചു അയാളോട് പറഞ്ഞ്. അവൾ മനസ്സിൽ ആലോചിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ പുറത്തു പോവാ, നീ വാതിലടച്ചിരുന്നോ. കയ്യിൽ ബുള്ളറ്റിൻ്റെ കീ എടുത്ത് അവൻ പുറത്തേക്ക് വന്നു. എപ്പോഴാ തിരിച്ചു വരിക? അതൊന്നും അന്വേഷിക്കാൻ നീ വരണ്ട, വാതിലടച്ച് കടന്നോ. പിന്നെ കുറച്ചു മുമ്പ് ചെയ്ത പോലെ എൻ്റെ അലമാര എങ്ങാനും സെർച്ച് ചെയ്യാൻ നിന്ന എൻ്റെ സ്വഭാവം നീ അറിയും. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അത് പിന്നെ എനിക്ക് ഇടാൻ വേറെ ഡ്രസ്സൊന്നുമില്ല. അപ്പം എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി തുറന്നു നോക്കിയതാ, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. നീ ഷർട്ടും മുണ്ടിടുവോ? അത് കേട്ട് അവൾ അന്തം വിട്ട് അവനെ നോക്കി. ഇല്ല. പിന്നെന്തിനാ അത് തുറക്കണേ? അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ വീടിൻ്റെ വേലിക്കരികിലേക്ക് നടന്നു. തള്ളേ തള്ളേ, അവിടെ നിന്നും അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി വിളിച്ചു. അവൻ്റെ വിളി കേട്ട് വയസ്സായ സ്ത്രീ പേടിയോടെ അവൻ്റെ അരികിലേക്ക് വന്നു. നിങ്ങളുടെ വീട്ടിൽ വിളിക്കിടാൻ പറ്റിയ വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുത്തതായോ? അവൻ ഗൗരവത്തിൽ പറഞ്ഞ ആ സ്ത്രീ തന്നെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഒരു കവറുമായി ദത്തൻ്റെ അരികിലേക്ക് വന്നു. അവൻ ആ കവർ വാങ്ങി പോക്കറ്റിൽ നിന്നും 500 രൂപ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ദാ, ഇനി ഡ്രസ്സില്ലാതെ വേണ്ട. അത് പറഞ്ഞ് അവൻ കയ്യിലുള്ള കവർ തിണ്ണയുടെ മുകളിലേക്ക് വെച്ച് ബുള്ളറ്റിൻ്റെ അരികിലേക്ക് നടന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ അവൻ്റെ ബുള്ളറ്റ് റോഡിലേക്ക് ചീറിപ്പാഞ്ഞു പോയി. തെമ്മാടി, അവൻ പോകുന്ന നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.